ശ്രീ വി ആർ അനൂപ്, ഇത് അനാരോഗ്യകരമായ പ്രവണത എന്ന് പറയുമ്പോൾ ആരാണ് ഇത് തുടങ്ങിവെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി പുതുയുഗയാത്രയുടെ സമാപന ദിവസം CJP ആരോപണം ഉന്നയിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നത് VD സതീശനാണ്. UDF സെറ്റ് ചെയ്ത അജണ്ടയിൽ ഇപ്പോൾ CPM വീണു പോകുന്നതും മറുപടി പറയുന്നതുമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ തന്ത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അത് തന്ത്രം എന്നതിലുപരി ഇത് വസ്തുതയാണല്ലേ. ഡീൽ എന്ന് പറയുന്നത് കേവലം ഒരു ഭാവനയല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കടക്കം ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പൊ കൊടുങ്ങല്ലോ BJPയെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലം എന്ന് അവർ എത്രയോ കാലങ്ങളായി കണക്കൂട്ടിയതൊരു മണ്ഡലം. അവിടെ അവരുടെ സീനിയർ നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആദ്യഘട്ട പ്രചരണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. പെട്ടെന്ന് ആ മണ്ഡലം കൊടുക്കപ്പെടുന്ന ആർക്കാണ്? ആ മണ്ഡലത്തിൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ലാത്ത, ഒരു പൊളിറ്റിക്കൽ ബേസ് ഇല്ലാത്ത 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. അപ്പൊ അവിടെ അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ, BJPക്കുള്ള അനുഭാവി വോട്ടുകൾ ആർക്ക് പോൾ ചെയ്യപ്പെടും? വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അല്ലേ. ഞാൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലുടനീളം ഇത്തരം നിയോജക മണ്ഡലങ്ങളിൽ യാതൊരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാത്ത 2020 പോലുള്ള 300 ചില്ലറ സീറ്റുകളിൽ മത്സരിച്ച് 4 സീറ്റുകളിൽ മാത്രം വിജയിച്ച BJDS പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവസരം കൊടുക്കുന്നുണ്ടേ. ഈ രാഷ്ട്രീയം അറിയുന്ന, നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിലൊരു പ്രാഥമികമായ ധാരണയെങ്കിലുള്ള ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായും CPMന്, BJPയുടെ രാഷ്ട്രീയ വോട്ടുകൾ അവർ വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പോൾ ചെയ്യാനുള്ള ഒരു നിലമൊരുക്കലാണ്. അത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ 10 മണ്ഡലങ്ങൾ, അതിൽ ഏതാണ്ട് 7ഓളം മണ്ഡലങ്ങളുടെ പേരെടുത്ത് തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, 2020 ഈ തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ ഘടകകക്ഷിയായി വരുന്നത്. ഘടകകക്ഷികൾക്ക് സീറ്റ് അനുവദിക്കുക എന്നത് ഒരു മുന്നണിയിൽ സാധാരണയായി എല്ലാവരും ചെയ്യുന്നതാണ്, നിങ്ങളും ചെയ്യുന്നതാണ്, UDFനും LDFലും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരു ഘടകകക്ഷിയെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ സീറ്റ് വിഭജന തന്ത്രങ്ങൾ അവിടെ ഉണ്ടാകാം. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അത് നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യ വിഷയം അതാക്കി നിലനിർത്തുക, ദിവസവും ഈ വാക്പോരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അങ്ങനെ മാധ്യമത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു അജണ്ടയാണ്. നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നു എന്നതാണ് ഉയരുന്ന ഒരാരോപണം.